നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഗാർഡിയൻ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ ഇന്ത്യ വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അതിൽ പ്രസിദ്ധീകരിച്ചു വന്നത്. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ വിദേശകാര്യ മന്ത്രി, നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ്, അതിനോടൊപ്പം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ മുതിർന്ന BJP നേതാക്കളെല്ലാം തന്നെ ഈ റിപ്പോർട്ടിനെ പരാമർശിച്ചുകൊണ്ട് അതിൽ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ രാജസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് കൂടി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ന്യൂസ് 18 എന്ന ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് തന്റെ വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നടപടിയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് സച്ചിൻ പൈലറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ മാത്രമല്ല, ഇന്ത്യ ചൈന അതിർത്തിയിലും ഇത്തരം ശക്തമായ നടപടികൾ ഉണ്ടാകുമ്പോൾ താനും തന്റെ പാർട്ടിയും അതിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും എന്നുകൂടി സച്ചിൻ പൈലറ്റ് പറയുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ ഇത് കേന്ദ്ര സർക്കാരിനെയും മോദിയെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഏറ്റവും അധികം ഗ്രൂപ്പ് പൊളിറ്റിക്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അത് BJPയിലും കോൺഗ്രസിലും വളരെ ശക്തമാണ് താനും. ഈ രണ്ട് പാർട്ടികൾക്കും തലവേദന ഉണ്ടാക്കാറുണ്ട് അവിടുത്തെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത്. പലപ്പോഴും അത് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയെ തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും ഈ ഗ്രൂപ്പ് പോര് രാജസ്ഥാനിൽ വളരെ പ്രത്യക്ഷമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല, കോൺഗ്രസിൽ നിന്നുള്ള നിരവധി നേതാക്കൾ BJPയിലേക്ക് എത്തിയ ഒരു സംസ്ഥാനം കൂടിയായിരുന്നു രാജസ്ഥാൻ. ഇതൊക്കെ അവിടുത്തെ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് വെളിവാക്കുന്നത്. എന്തായാലും സച്ചിൻ പൈലറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന അത് നേതൃത്വത്തിന് നേരെയുള്ള ഒരു ഒളിയമ്പ് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ അത് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കും, അല്ലെങ്കിൽ അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജസ്ഥാനിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പോരും. അതേ തുടർന്ന് സച്ചിൻ പൈലറ്റ് ഒരുപക്ഷെ BJP പാളയത്തിലേക്ക് എത്തിയേക്കാം എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും. BJPയെ നിശിതമായി വിമർശിക്കാറുണ്ട് എങ്കിൽ പോലും ഇടയ്ക്കിടെ വരുന്ന ഇത്തരത്തിലുള്ള അനുകൂല പരാമർശങ്ങൾ അത് തന്റെ നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണോ അതോ കോൺഗ്രസിന്റെ പടി ഇറങ്ങാനാണോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിൽ എന്തായാലും ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്റെ ഗ്രൂപ്പിൽ നിന്നുള്ള അല്ലെങ്കിൽ തന്റെ പക്ഷത്തു നിന്നുള്ള ആളുകൾക്ക് അവസരം കുറഞ്ഞു എന്നുള്ള ഒരു പരാതി സച്ചിൻ പൈലറ്റിനുണ്ട്. അദ്ദേഹം അത് പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും രാജസ്ഥാനിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏതൊരു നടപടിക്കും താനും തന്റെ പാർട്ടിയും ഒപ്പമുണ്ടാവും, പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെയും അല്ലെങ്കിൽ ചൈന അതിർത്തിയിൽ സംഭവിക്കുന്ന ശക്തമായ നടപടികൾക്കെതിരെയുമൊക്കെ താനും ഉണ്ടാവും എന്നുള്ള ഒരു പിന്തുണ സച്ചിൻ പൈലറ്റ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.